എന്റെ മെമ്പർ കഴുത്ത് മുറിച്ച കേസിൽ പ്രശ്നമായെന്ന് പറഞ്ഞോട്ടാ പോലീസ് വരണ്ടേ. ഹലോ, ഈ കേബിളും വയറൊക്കെ ഒന്ന് എടുത്ത് കളയാവോ? അല്ലെങ്കിൽ അതും കൂടെ കൂടി കണ്ടിച്ച് കളയും. സാറേ തിരക്കാ, ഇപ്പൊ വിളിക്കാട്ടോ. കട്ടിങ്ങാണ് ക്ഷമിക്കണം സാറേ. അതൊന്നുമല്ലടാ, ഈ വഴിവെക്കൽ ടോമി ഏതാടാ? വഴിവെക്കൽ ടോമി. വഴിവെക്കൽ ടോമി ഞാൻ എൻ്റെ ബുക്കിൻ്റെ അകത്തുണ്ടായിരിക്കും. അതിനകത്ത് ശാന്തയുടെ ലീലയുടെ ഒക്കെ പേരുള്ള പിണ്ടായിരിക്കും. വഴിവെക്കി എന്താടാ? ഇതാ ടോമി. ഇതാ ടോമി. വഴിവെക്കി ടോമി. നീ ഇവിടെ ഉണ്ടായിരുന്നാ? എന്താ സാറേ? കൂട്ടുകാരാന്നോ? നീ ഈ അടുത്തെങ്ങാനും ഈ പുഴയെന്ന് മണൽ വാരിയായിരുന്നോ? പുഴയൊന്നും മണൽ വാരിയില്ല സാറേ. വാരിയില്ല? വാരിയില്ല. ഉറപ്പായിട്ടും വാരിയില്ല. അല്ല, ഞാൻ കൂട്ടുകാർ വാരിയിരുന്നു. കൂട്ടുകാർ വാരി വാരി എന്നുള്ള കാര്യം പറ. വാരിയിട്ടുണ്ടാവും. എടാ, ഈ പ്രകൃതി ദുരന്തം ഒക്കെ ഉണ്ടാക്കുന്ന നിന്നെപ്പുറം ഒറ്റ ഒരുത്തനാ. ഞാനാ? നീയാ? എടാ, പുഴയിലൊന്നും മണൽ വാരി കഴിഞ്ഞാൽ പ്രശ്നം എന്താ നിനക്കറിയാടാ? അതിന് പുഴയിൽ ഇത്തിരി മണൽ വാരി നിശ്ചയിപ്പോ എന്താ വകുപ്പം തരുത്? എന്തോ അവൻ വകുപ്പ് പറഞ്ഞാലേ വകുപ്പ് പറഞ്ഞാലേ നീ പറ്റുള്ളൂടാ. പറഞ്ഞ എനിക്ക് സാറ് പറഞ്ഞാൽ മതി. കാര്യം എന്താ വെച്ചാൽ പറഞ്ഞു. എടാ, പുഴയെന്ന് മണൽ വാരി കഴിഞ്ഞാൽ IPC 451 വകുപ്പ് അനുസരിച്ച് നീ അകത്ത് കിടക്കും. നീ വെട്ടു. സാറെന്നാ പറയാ വകുപ്പ് ഏതാ? ഞാൻ മെമ്പറാ ഇവിടുത്തെ. മെമ്പറാണെങ്കിൽ ഇതുപോലുള്ള ക്രിമിനൽസ് ആയിട്ടുള്ള ഇടപാട്. അല്ല, അത് ഓക്കെ. ആ വകുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വകുപ്പ് IPC 451 വകുപ്പ് അനുസരിച്ച് നീ അകത്ത് കിടക്കണ്ടോ? 451 ഏത് വകുപ്പ്? അത് പുഴയെന്ന് മണൽ വാരണ. സാറേ, 450 വകുപ്പ് ഏതാണെന്നറിയാവോ? ഭവന വേതനം. അല്ലാതെ പുഴയെന്ന് മണൽ വാരണല്ല. അല്ല, നിയമമൊന്നുമല്ല. അല്ല, സാറ് അടങ്ങ്. മെമ്പർ കാര്യം പറയുമ്പോൾ സമാധാനം നമുക്കറിയാതെ ചൂടായാണ്. ഭവന വേതനം നമുക്കറിയാം. നിങ്ങൾ ഭവന ഇത്ര കൃത്യമായിട്ട് എന്റെ മെമ്പറെ, ഭവനവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ഇലക്ഷന് രമണിയുടെ വീട്ടിൽ ഓടും പൊട്ടിച്ച് രാത്രി 12 മണിക്ക് വോട്ട് ചോദിക്കാൻ വേണ്ടി പുള്ളി ചെന്നു എന്നാണ് പറയണത്. എല്ലാവരും കൂടെ പിടിച്ചു തെങ്ങെ പിടിച്ച് കെട്ടിയിട്ടാ. അന്ന് അങ്ങനെ ഒരു കേസ് വന്നു. അത് ഏതായിരുന്നു വകുപ്പ്? അത് 451. അത് പുള്ളിക്കറിയാം. അതാ ഉറപ്പായിട്ടും എനിക്കറിയാം. അതല്ല, അത് കുഴപ്പമില്ല. അതിപ്പോ വേറെ വകുപ്പുണ്ടല്ലോ. എടാ, വേറെ വകുപ്പ് അകത്തേക്ക് നിന്നെ അകത്തായിക്കോളാം ഞാൻ. നീ അത് കുഴപ്പമാക്കില്ല.